നമസ്തേ, എല്ലാവർക്കും ദേവികൃപ റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചെറുനാരങ്ങ പിക്കിളാണ്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു പിക്കിളാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവർക്കും ദേവികൃപ റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഈ ഒരു ചട്ടിയിൽ കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു. എന്നിട്ട് ഞാനൊരു കുറച്ച് നാരങ്ങാപ്പിക്കിൾ ഉണ്ടാക്കാണ്. നാരങ്ങാപ്പിക്കിൾ അതിൽ വഴച്ചിരിക്കുക കേട്ടോ. കഴുകി തുടച്ചിട്ട് അതിൽ വഴക്കുകയാണ്. അപ്പം ഞാൻ സ്റ്റാർട്ടിങ് കാണിച്ചില്ല ഒഴിക്കണത്, ഞാൻ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അത് കാണാമല്ലോ. നല്ലെണ്ണ ഒഴിച്ചിട്ട് ഇത് വഴക്കുകയാണ്. എങ്ങനെയാണ് നല്ല അടിപൊളിയായിട്ടുള്ള നാരങ്ങാപ്പിക്കിൾ ഉണ്ടാക്കണമെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പം ഇത് നല്ലൊരു ബ്രൗണിഷ് കളർ ആവണ വരെ ഇത് വഴറ്റണം കേട്ടോ. സിമ്മിലിട്ട് വഴറ്റണം. അപ്പോൾ അത് വഴറ്റട്ടെ, അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യണേ. അപ്പം നമ്മളിത് എപ്പോഴും ഇപ്പോൾ ഓൾമോസ്റ്റ് ആയി കേട്ടോ. ഇനി ആയാൽ ചിലപ്പോൾ ഓൾമോസ്റ്റ് എനിക്ക് ഇത് ക്യാമറയിൽ കാണുമ്പോൾ അത്രയ്ക്ക് ഒരു ഗോൾഡിഷ് കളർ ആയിട്ടില്ലാന്ന് തോന്നുന്നുണ്ട്. പക്ഷെ നേരെ കാണുമ്പോൾ അങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ? അപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാണ്. എന്നിട്ട് ഇത് നമുക്ക് ചൂടാറുന്നത് വരെ നമ്മൾ ഇതിൽ തന്നെ ഇരിക്കട്ടെ കേട്ടോ. അപ്പോൾ ആ ചൂടിലിരുന്നായിക്കോളും. ഗ്യാസ് ഓഫ് ചെയ്തു. അപ്പോൾ ചൂടാറുന്നത് വരെ അതിലിരിക്കട്ടെ. എന്നിട്ട് ഞാൻ അടുത്ത സ്റ്റെപ്പ് കാണിക്കാം കേട്ടോ. അവിടെ ഇരിക്കട്ടെ. ഇടയ്ക്ക് പറ്റുകയാണെങ്കിൽ ഒന്ന് ഇളക്കി കൊടുത്താൽ നന്നായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. എന്നിട്ട് ഞാനൊരു ലിഡ് വെച്ച് അടയ്ക്കുകയാണ്. ചൂടാറട്ടെ. അപ്പോൾ ഇടയ്ക്കൊന്ന് നമ്മൾ ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. അതുവരെ നമുക്കൊന്ന് ചൂടാവുന്ന വരെ വെയിറ്റ് ചെയ്യും. അടുത്തത് ഞാൻ ഓൾറെഡി നാരങ്ങ ഇങ്ങനെ വഴറ്റി വെച്ചിട്ടുണ്ടല്ലോ. അപ്പം ഇന്നലെ ഇത് വഴറ്റി വെച്ചതാണ്. ഇന്ന് രാവിലെയാണ് എടുക്കണം കേട്ടോ. എന്നിട്ട് ഇത് നമ്മൾ കട്ട് ചെയ്യണം. ചെറുതാക്കി കട്ട് ചെയ്യണം. ഇപ്പം ചൂടാറിയാലോ. അതുകൊണ്ടാണ് ഇന്നലെ രാത്രി ഉണ്ടാക്കിയിട്ട് അങ്ങനെ അടച്ചു വെച്ചിട്ട് ഇന്ന് ചെയ്യണത് കേട്ടോ. കണ്ടില്ലേ? ഇത് ഞാൻ കട്ട് ചെയ്യാൻ സിസേഴ്സാണ് എടുക്കുന്നത്. കാരണം വേറെ ഒന്നുമല്ല, എളുപ്പം കട്ട് ചെയ്യാൻ പറ്റും. മറ്റേ കത്തിയാണെങ്കിൽ എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടാണ് കേട്ടോ. അതുകൊണ്ടാണ് ഓരോരുത്തരുടെ ഇഷ്ടം. ഞാൻ ഇങ്ങനെ ചെറുതായി ഇങ്ങനെ നാരങ്ങ പീസ് ഇങ്ങനെ കട്ട് ചെയ്യാണ് കേട്ടോ. അങ്ങനെ ഇത് മുഴുവനും കട്ട് ചെയ്തിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം. കണ്ടില്ലേ? അത് പകുതിയാക്കി ആ പാത്രത്തിൽ തന്നെ ചെയ്താൽ മതി. ഏതിലാണ് നമ്മൾ വഴറ്റണേന്ന് വെച്ചാൽ. അപ്പോൾ വേറെ പാത്രങ്ങളൊന്നും എടുക്കണ്ട. കണ്ടില്ലേ? ഇങ്ങനെ കട്ട് ചെയ്യുക. ഒരെണ്ണം കൂടി കാണിച്ചു തരാം. അപ്പം ചിലപ്പോൾ നാരങ്ങയുടെ നീരൊക്കെ തെറിക്കും. അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങൾ ഇച്ചിരി കെയർഫുള്ളായിട്ട് ചെയ്യുക കേട്ടോ. കണ്ടില്ലേ? ഇങ്ങനെ നാരങ്ങ, ഇത് വഴറ്റിയ നാരങ്ങ ആകുമ്പോൾ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് കേട്ടോ. ഇതേ കണ്ടില്ലേ? ഇങ്ങനെ കട്ട് ചെയ്യുക. ഇനി ഞാൻ ഇത് മുഴുവൻ കട്ട് ചെയ്തിട്ട് നിങ്ങളെ കാണിക്കാം. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യണേ. ഇതാ കണ്ടില്ലേ? അതെല്ലാം ഞാൻ കട്ട് ചെയ്തു കേട്ടോ. നന്നായിട്ട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തു. അതിനുശേഷം ഞാൻ നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് ചെയ്യണത്, നമ്മൾ ഉപ്പൊന്നും ഇട്ടിട്ടില്ല. ഇനിയാണ് ഓരോന്ന് ചെയ്യണത് കേട്ടോ. എന്താ, ഞാൻ കുറച്ച് ഉപ്പിട്ടു. അപ്പോൾ ഇതൊരു 10-12 ചെറുനാരങ്ങ എടുത്തിട്ടുള്ളൂ കേട്ടോ. കാരണം ഞാനിവിടെ ഓരോന്ന് മാറിയാണ് ഉണ്ടാക്കാറ്. ഉപ്പിട്ടു. അതിനുശേഷം ഞാൻ ചെയ്യുന്നത് നിങ്ങളെ കാണിക്കാം. ഇപ്പൊ ഇത് പെട്ടെന്ന് നമ്മുടെ പണി തീരും കേട്ടോ. അത്രയും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പിക്കിളാണ്. എന്നാൽ വളരെ ടേസ്റ്റിയാണ് കേട്ടോ. ഗ്യാസ് ഓൺ ചെയ്തിട്ടില്ല കേട്ടോ. ഇതേ ഒരു 3-4 സ്പൂണ് നമുക്ക് ഏകദേശം. ഇനി നിങ്ങൾക്ക്, നമ്മളിത് കുക്ക് ചെയ്തുകൊണ്ട് നമുക്ക് അങ്ങനെ എരിവൊക്കെ ഏകദേശം ഇടാൻ പറ്റും. നിങ്ങൾക്ക് പ്രാക്ടീസ് ഇല്ലാത്തവർക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണ്ടി ഇടേണ്ടി വരും കേട്ടോ. അപ്പം ഞാൻ ഗ്യാസ് ഓൺ ചെയ്തു. എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിൽ ഓൾറെഡി നമ്മുടെ ഇതുണ്ട്, എന്താ പറയുക, എണ്ണയുണ്ട് കേട്ടോ. നല്ലെണ്ണ ഓൾറെഡി അതിലുണ്ട്. പിന്നെ ഞാൻ അടുത്തതായിട്ട് ചെയ്യണത് വേറൊരു കാര്യമാണ്. അത് നമ്മുടെ ഉലുവയും കായവും പൊടിച്ചു വെക്കണം. നമ്മൾ ഉലുവ വറുത്ത് പൊടിക്കുക, കായം വറുത്ത് പൊടിക്കുക. ആ പൊടിയും കൂടി ഇതിലേക്ക് ഇടണം കേട്ടോ. അത് ഞാൻ ഒരുമിച്ച് ഇതാ പൊടിച്ചു വെച്ചിട്ടുണ്ട്. ആ പൊടിയാണ് ഞാൻ ഇടുന്നത് കേട്ടോ. അത് കുറച്ചധികം ഇടണം. ഉലുവയും കായവും കൂടി പൊടിച്ചതാണ് കേട്ടോ. അത് അതിൻ്റെ ഇടയിലൊന്ന് വീഡിയോ ഓഫ് ആയതാ. ഉലുവയും കായവും കൂടി പൊടിച്ചത് ഇട്ടു. ഇത്രേ ഉള്ളൂ ഈ പിക്കിളിൻ്റെ. പിന്നെ പ്രിസർവേറ്റീവ് ഞാൻ ചേർക്കാറില്ല. കാരണം ഞാൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഫ്രിഡ്ജിലാണ് വെക്കാറ് കേട്ടോ. വേണമെങ്കിൽ നിങ്ങൾക്ക് വിനെഗർ ഒഴിക്കാം. ഞാൻ ചെയ്യാറില്ല. പിന്നെ ഞാൻ അടുത്തതായിട്ട് ഞാൻ കുറച്ചുകൂടി നല്ലെണ്ണ ഒഴിക്കുന്നുണ്ട് കേട്ടോ.
കുറച്ചുകൂടി നല്ലെണ്ണ ഒഴിക്കുന്നുണ്ട്, കുറച്ച് ഒഴിക്കുന്നുള്ളൂ. നല്ലെണ്ണ എന്ന് പറയുന്നത് എള്ളെണ്ണയാണ് കേട്ടോ ഈ പറയണത്. അത് തന്നെ വേണം പിക്കിൾ ഉണ്ടാക്കാൻ. കുറച്ചുകൂടി ഒഴിച്ചാൽ അതൊന്ന് കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പിക്കിൾ ഉണ്ടാക്കാൻ ഉള്ള ബുദ്ധിമുട്ട്. നല്ല അടിപൊളിയായിട്ടുള്ള പിക്കിൾ കിട്ടി. ഇത് ഓൾറെഡി ഇത് അധികം ഇരിക്കണ്ട, കാരണം ഓൾറെഡി നമ്മളിത് വഴറ്റിയോണ്ട് ഇത് കുക്കായി കഴിഞ്ഞു നാരങ്ങ. അപ്പം ഇതങ്ങനെ ഇരിക്കണ്ട, നമുക്ക് യൂസ് ചെയ്യാൻ പെട്ടെന്ന്. അപ്പം എൻ്റെ എല്ലാം ഇതിൽ പിടിച്ചു കഴിഞ്ഞു കേട്ടോ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ നാരങ്ങ പിക്കിൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്യണേ. അപ്പം അടുത്തൊരു റെസിപ്പി ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ.